ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കാണ്. നിങ്ങൾക്ക് ചോറൊക്കെ വീട്ടിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മുറുക്കാണത്. നല്ല ടേസ്റ്റിയുമാണ്. ചോറിലാണ് ഇത് ചെയ്തതെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുള്ളൂ. ആദ്യം നമുക്ക് ഈ ചോറ് വെള്ളമില്ലാതെ അരച്ചെടുക്കണം. കൈകൊണ്ട് മാഷ് ചെയ്താലും മതി, പക്ഷേ എനിക്കിതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് മാഷ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഞാൻ കടലമാവ് ഇടണം, മൈദാമാവ്, ജീരകം, വെളുത്ത എള്ള്, മുളക് പൊടി, കുറച്ച് കായപ്പൊടി, പിന്നെ ബട്ടറും, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഉപ്പ്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളമില്ലാതെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ചോറിൻ്റെ ഈർപ്പം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. നമ്മൾ എന്ത് വറുക്കാൻ പോവുകയാണെങ്കിലും അതിൻ്റെ ആ മാവിൽ കുറച്ച് ചൂടോടെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ചൂടുണ്ട്, പതുക്കെ വേണം കുഴയ്ക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് 5 സ്റ്റാറുള്ള ചില്ലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറിൽ എല്ലാം കൂടെ റൗണ്ടിൽ പരത്തിയിട്ട് 1 by 1 ആയിട്ട് എണ്ണയിൽ ഇടാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എണ്ണയിലിടാം. ഞാനിന്ന് ഡയറക്റ്റായിട്ട് എണ്ണയിലിടാൻ പോകണം. വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് കേട്ട് നോക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് പിഴിഞ്ഞിടാം. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അത് നല്ല പീസായിട്ട് വീണോളും. നമ്മുടെ ചാനലിൽ കാഷ്യൂനട്ടിൻ്റെ മുറുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് കയ്യിലുകൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി വിട്ടാൽ മതി, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിക്കോളും. എല്ലാവരും ഈ മുറുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുറുക്കാണ്. നിങ്ങൾക്ക് ചോറ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് ആരും തലപുണ്ണാക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഉച്ചയ്ക്ക് ബാക്കി ചോറുണ്ടെങ്കിൽ വേഗം ചെയ്യാം. ഞാൻ നന്നായിട്ട് സിമ്മിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കണത്, എന്നാലേ നന്നായിട്ട് ഉൾവശം ക്രിസ്പി ആവുള്ളൂ. അല്ലെങ്കിൽ വെളിയിൽ മാത്രം ക്രിസ്പി ആയിട്ട് അകം അങ്ങനെ സോഫ്റ്റായി പോവും. നന്നായിട്ട് ആവട്ടെ, ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഇരിക്കട്ടെ. ഇത് ചോറ് വെച്ച് ചെയ്യണത് കൊണ്ട് കുറച്ച് സമയമെടുക്കും ബാക്കിയുള്ള മുറുക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ബിഗിനേഴ്സ് ടിപ്പാണ്. ഇങ്ങനെ ഈ നന്നായിട്ട് ബബിൾസ് വരുന്നത് നിൽക്കും, അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. മുറുക്കെടുക്കാം നമുക്ക്. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ കലകലാന്ന് ശബ്ദം വരണം. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ മാവെല്ലാം കുഴച്ച് കഴിഞ്ഞിട്ട് ഈ മുറുക്ക് പ്രസ് എടുത്തിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് കൂടെ ഞാൻ ശ്രദ്ധിച്ചില്ല, അവിടെ ഒരു കുറ്റി മിസ്സായത്. മാവിട്ട ശേഷമാണ് പ്രസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇല്ല എന്നുള്ളത് മനസ്സിലായേ. ഉടൻ തന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ആൾ ആ സമയം വീട്ടിലുണ്ടായിരുന്നു. ആളൊരു മ്യൂസിക് കമ്പോസർ കൂടെയാണ്, കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഭവം പറഞ്ഞു, എന്താ ചെയ്യണ്ടേ എന്ന്. എൻ്റെ ആഗ്രഹം വേറെ ഒന്ന് വാങ്ങണം എന്നായിരുന്നു. ഒരു പ്രാവശ്യം ചോദിച്ചു വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചേ ഉള്ളൂ. ഉടനെ തന്നെ ആൾ വണ്ടി എടുത്ത് പോയി. നല്ല പൊരി വെയിൽ, ഇവിടെ ചെന്നൈയിൽ 42 ഡിഗ്രിയാണ് ഇപ്പോൾ. വെയിലത്ത് പോയി ഉടനെ തന്നെ എനിക്കിത് വാങ്ങിക്കൊണ്ട് വന്നു. ഇത് പുതിയതാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മുറുക്ക് കംപ്ലീറ്റ് ചെയ്തത്. എന്താ ഞാൻ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം സപ്പോർട്ട് ചെയ്യണ ഒരാളാണ് ഹസ്ബൻഡ്. ദൈവത്തിനോട് നന്ദി പറയുകയാണ്, അത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണതിന്.
കാരണം കുറേ പേരെ അറിയാം, ഇങ്ങനെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത കുറേ ആൾക്കാരെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കായി പറയണേ. എനിക്ക് അവരോട് ഈ ചാനലിലൂടെ തന്നെ താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു. ആദ്യത്തെ സപ്പോർട്ട് നമുക്ക് വേണ്ടത്, ഏറ്റവും ആവശ്യമുള്ളത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. കാരണം അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വളരെയധികം ബുദ്ധിമുട്ടാണ്. സപ്പോസ് അവരിപ്പോൾ എനിക്ക് ഇപ്പോൾ വാങ്ങിത്തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ഞാനത് വീഡിയോ എടുക്കൽ കംപ്ലീറ്റ് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് വിജോട്ടാന്നാണ് ഞാൻ വിളിക്കാറ്. വിജയകുമാർ എന്നാണ് പേര്. വിജോട്ടയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് എല്ലാത്തിനും. ലവ് യു.